ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് ഷെയർ ചെയ്യണത്. പ്രൊഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ പ്രൊഡക്റ്റിൻ്റെ വിലകൾ അറിയാൻ പറ്റും. ഞാൻ വാങ്ങിയ സമയത്ത് വിലകൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങാം, കാരണം ചിലപ്പോൾ കുറച്ച് കൂടാം കുറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വീട്ടിലെ ചില ഷെൽഫുകൾ ഒതുക്കുന്ന സമയത്ത് ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അത് പിന്നിലോട്ട് പോയിട്ട് നമുക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്താണ് ഈ ഒരു റൊട്ടേറ്റിംഗ് ട്രേ ഓർഗനൈസർ നമുക്ക് ഉപകാരപ്പെടുന്നത്. ഇതിൽ നമുക്ക് ഐറ്റംസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊരു ഷെൽഫിൽ ഇത് വെച്ച് കഴിഞ്ഞാലും പിന്നിലേക്ക് ഐറ്റംസ് പോവില്ല. പിന്നിലിരിക്കുന്ന ഐറ്റംസ് നമുക്ക് തിരിച്ചു നോക്കി കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റും. കിച്ചണിൽ നമുക്ക് സ്പൈസ് ജാറുകളൊക്കെ ഇതുപോലെ ഒതുക്കി ഷെൽഫിൽ വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അത് എടുക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിലായാലും ഈ ഒരു ഓർഗനൈസർ വെച്ച് നമുക്ക് ഐറ്റംസും ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ ഒതുക്കി വെക്കാനായിട്ട് പറ്റും. ഞാൻ കൂടുതലും കോസ്മെറ്റിക് ഐറ്റംസും കിച്ചണിലുള്ള ചെറിയ സ്പൈസ് ജാറുകളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾക്ക് ഡൈനിങ് ടേബിളിന്മേൽ ഇങ്ങനെ അച്ചാർ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ട്രേയുടെ പ്രൈസ് വരുന്നത് 88 രൂപയാണ് ഒരെണ്ണത്തിന്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത് 88 രൂപയുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ 2 എണ്ണം മിനിമം നമ്മൾ ഓർഡർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 176 രൂപയ്ക്ക് 2 എണ്ണം നമുക്ക് കിട്ടും. ഞാൻ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വളരെ നല്ലൊരു കിച്ചൺ ഓർഗനൈസറാണിത്. കിച്ചണിൽ നമുക്ക് ഫ്രൈയിങ് പാൻ, കടായി, അപ്പച്ചട്ടി എന്തിങ്ങനെയുള്ളതൊക്കെ ഒതുക്കി വെക്കാനായി ഈ ഒരു പാൻ ഹോൾഡർ ഉപയോഗിക്കാം. മൊത്തം 6 പാത്രങ്ങളാണ് നമുക്കിതിൽ വെക്കാനായിട്ട് പറ്റുക. വലുത് മുതൽ ചെറുത് വരെ വെക്കുന്ന രീതിയിലാണ് ഈ ഒരു പാൻ ഹോൾഡറിൻ്റെ ഒരു സെറ്റിംഗ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത്രയും നാളായിട്ട് ഉപയോഗിച്ചാൽ അതിന് തുരുമ്പോ കാര്യങ്ങളൊക്കെ ഇടോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ പാത്രം അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റ് കൂടിയ പാത്രമാണ് ഏറ്റവും താഴെ വെക്കേണ്ടത്. മുകളിലോട്ട് പോകും തോറും ചെറിയ പാത്രങ്ങൾ വെക്കുക. ചില പാത്രങ്ങളുടെയൊക്കെ ലിഡ് അടക്കം നമുക്ക് വെക്കാൻ പറ്റും, പക്ഷെ ചിലതിൻ്റെ അങ്ങനെ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിരുന്നാലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പാത്രങ്ങൾ എടുക്കാനും വെക്കാനൊക്കെ നല്ല ഈസിയാണ്. ഈ ഒരു ഹോൾഡറിൽ ഇങ്ങോട്ട് മറിഞ്ഞു വീഴി അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയില്ല. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 398 രൂപയാണ് ഞാൻ വാങ്ങുന്ന സമയത്തായിരുന്നത്. വളരെ കുറഞ്ഞ സ്പേസിൽ കുറച്ച് അധികം ഐറ്റംസ് ഒക്കെ നമുക്ക് ഒതുക്കി വെക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണിത്. പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ 3 തട്ടിൻ്റെ സ്റ്റാൻഡാണ്. എൻ്റെ കയ്യിൽ 4 തട്ടുള്ളതും വരുന്നുണ്ട്. പിന്നെ വരുന്നത് 2 തട്ടിൻ്റെ, പിന്നെ 5, 6, 7 അത്രത്തോളം തട്ടുകളുള്ള സ്റ്റാൻഡ് ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വീൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. ഞാനിപ്പോൾ ഈ സ്റ്റാൻഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. നിങ്ങൾ എൻ്റെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഈ ഒരു സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടാവും ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളിത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഒരു മീഡിയമാണ് വരുന്നത്. ഭയങ്കര ഹാർഡല്ല, മീഡിയമാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ 2 തട്ടിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് വലിയ കുഴപ്പമില്ല. 3 തട്ട് വരെയും ഓക്കെയാണ്. 4ഉം 5ഉം തട്ടൊക്കെ ആകുമ്പോഴേക്കും ഒരു പ്രോബ്ലം. നല്ല ഹൈറ്റ് വരുമ്പോൾ ഇതിന് ഒലച്ചിൽ കൂടാൻ സാധ്യത, ഒരു ആട്ടം കൂടാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഐറ്റംസിന് വെയിറ്റ് ഒക്കെ കൂടി ഇത് വെക്കുമ്പോൾ എനിക്കൊരു ധൈര്യക്കുറവായിരുന്നു ഇത് മുൻപോട്ട് വീഴുമെന്ന്, ഹൈറ്റ് കൂടുന്തോറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യം, അതിലെ വീൽസ് ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു സ്റ്റാൻഡിനെ ചുമരുമോട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് അതിൽ ഏറ്റവും ടോപ്പിലെ തട്ടിലും ഏറ്റവും താഴെയുള്ള തട്ടിലും സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. 2 സ്ക്രൂ വെച്ച് കൊടുത്തപ്പോൾ ചുമരുമോട്ട് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതുവരെ 5 വർഷമായിട്ടും ഈ സ്റ്റാൻഡിൽ ഞാനിതുപോലെ സ്പൈസ് ജാറൊക്കെ വെച്ചു. ഒരു കുഴപ്പമില്ല, ഒരു കംപ്ലയിൻസും ഇല്ല. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 492 രൂപയാണ്. കിച്ചണിൽ വെക്കുന്ന ടവലുകൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് പലപ്പോഴും ഡൗട്ടാണ്. പ്രത്യേകിച്ച് ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്ത ശേഷം വൈകുന്നേരങ്ങളിൽ നമുക്ക് ഈ ടവലുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടവൽ ഹോൾഡറാണിത്. ഇത് നമുക്ക് ഏതൊരു കോർണറിലും ഈസി ആയിട്ട് ടവൽ ഓർഗനൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ പീൽ ചെയ്യുന്ന മോഡലാണ്, ഗ്ലൂ ആയിട്ടുള്ള മോഡലാണ് വരുന്നത്. സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെയും പിടിപ്പിക്കാം. ഗ്ലൂ ചെയ്യണതിന് മുൻപ് നല്ല രീതിക്ക് ആ ഒരു ചുമരിൻ്റെ ഭാഗം തുടച്ച ശേഷം ഇതിങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പെയിൻ്റ് അടിയൊക്കെ ചെയ്ത സമയത്ത് ഇത് ഊരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്ലൂ പോയി. അതിന് ശേഷം ഞാനത് സ്ക്രൂ ചെയ്തിട്ടാണ് പിന്നീട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ടവൽ റോഡുകളെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള പൊസിഷനിൽ അത് വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 300 രൂപയായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് ഇതുവരെ ഇതിനൊരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ചുമരിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹാങ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഒരു ഹുക്ക് ടൈപ്പ് ഓർഗനൈസർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കിച്ചണിൽ സ്പൂണൊക്കെ ഓർഗനൈസ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് സ്റ്റിക്ക് ചെയ്യുന്ന മോഡലാണ്. നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് ഇത് ഫിക്സ് ചെയ്യാം. ഞാനൊരു 4 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും ഞാൻ നന്നായി ഉപയോഗിച്ച ശേഷമാണ് റിവ്യൂസ് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് 1-2 കാര്യം ശ്രദ്ധിക്കുക. ഫിക്സ് ചെയ്യാൻ പോകുന്ന സ്ഥലം നല്ല രീതിക്കൊന്ന് വൃത്തിയാക്കി എടുക്കുക. നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഇത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു വട്ടം സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ ഊരിയെടുത്താൽ ഇതിൻ്റെ ഗ്ലൂ പോവും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നോക്കി വെക്കുക. പിന്നെ ചുമരിൽ വെക്കുമ്പോൾ ഒരു കുഴപ്പമുള്ളത്,
നമ്മൾ പിന്നീട് ഇളക്കി എടുക്കുമ്പോൾ പെയിൻറ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അലമാരയുടെ സൈഡിലാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 150 രൂപയാണ് ഒരെണ്ണത്തിന്. നാല് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ റാക്കാണിത്. ഇത് നമുക്ക് ഇതുപോലെയുള്ള അലമാരകളിലെ ഷെൽഫിൻ്റെ ഉള്ളിൽ സ്പേസ് കൂടുതലുണ്ടാവും മുകൾ ഭാഗത്ത്. ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു സ്റ്റാൻഡ് ഉപയോഗിക്കാം. ക്രോക്കറി ഷെൽഫിലേക്കാണ് ഇത് ഏറ്റവും ഉപകാരമായിട്ട് എനിക്ക് തോന്നിയത്. ഗ്ലാസും പാത്രങ്ങളൊക്കെ നമുക്ക് അടുക്കി ഇതിൻ്റെ മുകളിൽ വെക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഇതിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. രണ്ടെണ്ണത്തിൻ്റെ പാക്കിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 300 രൂപയായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരു പീസായിട്ട് വാങ്ങാനായിട്ടും കിട്ടുന്നുണ്ട്. ഇതിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല. ഫുഡിൻ്റെ പാക്കറ്റുകളൊക്കെ സീൽ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ക്ലിപ്പുകളാണത്. 18 പാക്കായിട്ടാണ് ഇത് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ 3 സൈസിലാണ് ക്ലിപ്പുകൾ വരിക. വലുതും പിന്നെ മീഡിയം സൈസ് പിന്നെ ചെറുതും. പാക്കറ്റുകളുടെ അളവനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ക്ലിപ്പ് യൂസ് ചെയ്യാം. ഞാനത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു ഐറ്റമാണ്. 18 ക്ലിപ്പുകളുടെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 130-140 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഫ്രിഡ്ജിൽ പച്ചക്കറികൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല 2 ഓർഗനൈസേഴ്സാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തേത് ഈ ഒരു മെഷ് ബാഗുകളാണ്. ഞാൻ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നു, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഈ ഒരു ബാഗ് ഒരു പ്ലാസ്റ്റിക് നെറ്റ് മെറ്റീരിയൽ കൊണ്ടുള്ളതാണ്. സിബുള്ള മോഡലാണ് ഇപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. 12 എണ്ണത്തിൻ്റെ ഇങ്ങനത്തെ ബാഗിൻ്റെ പ്രൈസ് വരുന്നത് 210 രൂപയാണ് ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ പച്ചക്കറികൾ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ നല്ലത് ഈ ഒരു ബോക്സാണ്. ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നു, ഒരു കംപ്ലയിൻസും ഇല്ല. ക്യാരറ്റ്, തക്കാളി, വെണ്ടക്കായ അങ്ങനെയുള്ള പച്ചക്കറികളാണ് ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ എളുപ്പം. ഈ ബോക്സുകളെല്ലാം തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതാണ്. സ്ക്വയർ ഷേപ്പിലുള്ള ബോക്സും വരുന്നുണ്ട്. ഈ ഒരു ഷേപ്പാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ഫ്രിഡ്ജിൽ ഒതുക്കി വെക്കാനായിട്ട്. ഈ ബോക്സിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 6 എണ്ണത്തിൻ്റെ പാക്കിന് 275 രൂപയാണ്. സിംഗിളായിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ കിട്ടുമെങ്കിലും ഈ ഒരു പാക്കുകളായിട്ട് വാങ്ങുന്നതാണ് ലാഭം. 6 എണ്ണത്തിന് 12 എണ്ണത്തിനൊക്കെ കിട്ടുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഓയിലിൻ്റെ ക്യാനാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ പല മോഡലിലുള്ള ഓയിൽ ക്യാനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിച്ചിരുന്നു, പിന്നീട് ഗ്ലാസ് ആക്കി. പക്ഷെ അതിലും ഒക്കെ എനിക്ക് നന്നായിട്ട് തോന്നിയത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. കാരണം ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും, ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസിയാണ്. ഇതിൻ്റെ ലിഡ് വരുന്നത് സിലിക്കോൺ മെറ്റീരിയലാണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇത് 1 ലിറ്ററിൻ്റെ 1.1 ലിറ്ററിൻ്റെ ഒരു ജാറാണ് വരണത്. അതായത് നമ്മൾ 1 ലിറ്ററിൻ്റെ ഒരു ഓയിലിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഇതിൽ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതിൽ കൊള്ളും. കുറച്ചുകൂടി എക്സ്ട്രാ സ്ഥലം കൂടി അതിലുണ്ടാവും. ചില ബോട്ടിൽസ് വളരെ ചെറുതായിരിക്കും, ഓയിൽ ഫുള്ളായിട്ട് അതിൽ കൊള്ളില്ല, വളരെ കുറച്ചൊക്കെ ആയിട്ടേ ഉള്ളൂ. ബാലൻസ് നമ്മൾ പിന്നെ ആ പാക്കറ്റ് മാറ്റി വയ്ക്കണം. ആ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. 1 ലിറ്റർ കറക്റ്റ് 1 ലിറ്ററും അതിൽ കുറച്ച് കൂടുതലും ഇതിൽ കൊള്ളും. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലിഡ് നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ലിഡാണ്. പിന്നെ ആകെ ഒരു കാര്യമുള്ളത് ഓയിൽ എത്രത്തോളം ഇതിൽ കഴിയാറായി എന്ന് കാണാനായിട്ട് നമുക്കിതിൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു പ്രോബ്ലം എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2ഉം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരേ കളറുള്ള ലിഡുള്ള ബോട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ഓയിലാണ് നമ്മളതിൽ വെച്ചിരിക്കുന്നതെന്ന്. ഇതിൻ്റെ തന്നെ പല കളറുള്ള ലിഡ് കിട്ടുന്നുണ്ട് കേട്ടോ. റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ബ്ലാക്ക് തന്നെയാണ് 2ഉം എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ പ്രൈസ് ആയിരുന്നത് 310 രൂപയായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ കാണിക്കുന്നത് ഒരു 400 മുതൽ 450 രൂപയുടെ ഇടയിൽ റേഞ്ച് വരുന്നുണ്ട്. എന്നാലും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൽ കാണിച്ച പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഉപകാരമുള്ളതാണെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കൽ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.